بسم الله الرحمن الرحيم قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയിലെ 97, 98, 99 ആയത്തുകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ മൻ കാന അദുവ്വൻ ലിജിബ്രീൽ. അല്ലാഹു പറയുകയാണ്, നബിയെ പറയുക, ഖുർആൻ എത്തിച്ചു തരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനോടാണ് ആർക്കെങ്കിലും ശത്രുതയെങ്കിൽ അത് അവരുടെ മൗഢ്യം മാത്രമാണ്. കാരണം എന്താണെന്നറിയുമോ നബിയേ? ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക. അദ്ദേഹം അത് അങ്ങയുടെ ഹൃദയത്തിൽ അവതരിപ്പിച്ചത് അല്ലാഹുവിൻ്റെ ഉത്തരവ് അനുസരിച്ചാണ് നബിയേ. നബിയോട് അല്ലാഹു പറയുകയാണ്, മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി. വീണ്ടും അല്ലാഹു പറയുകയാണ്, മാത്രമല്ല അതിൻ്റെ മുമ്പിലുള്ള വേദങ്ങളെ ശരിവെച്ചുകൊണ്ടാണ് അതിൻ്റെ അവതരണം, ആ പരിശുദ്ധമായ ഖുർആനിൻ്റെ അവതരണം എന്നും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിനും പുറമേ അല്ലാഹു പറയുകയാണ്, വഹുദം വബുശ്റാ ലിൽ മുഅ്മിനീൻ. സത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് അത് ഒരു മാർഗദർശനവും ശോഭനമായ ഭാവിയെക്കുറിച്ച് ഒരു സന്തോഷ വാർത്തയുമാണ്. ആയതുകൊണ്ട് അല്ലാഹു പറയുന്നു, മൻ കാന അദുവ്വൻ ലില്ലാഹി വമലായികതിഹി വറുസുലിഹി. വല്ലവരും അല്ലാഹുവിൻ്റെയും അവൻ്റെ ദൂതന്മാരുടെയും അവൻ്റെ മലക്കുകളുടെയും ശത്രുവായാൽ വജിബ്രീല വമീകാല, വിശേഷിച്ച് ജിബ്രീൽ, മീകായിൽ എന്നീ മലക്കുകളുടെയും ശത്രുവായി തീർന്നാൽ ഫഇന്നല്ലാഹ അദുവ്വൻ ലിൽകാഫിരീൻ. അല്ലാഹുവും അത്തരം സത്യനിഷേധികളുടെ ശത്രുവാകുന്നു. വലഖദ് അൻസൽനാ ഇലൈക ആയാതിൻ ബയ്യിനാതിൻ. ഞാൻ അങ്ങേക്ക് അഥവാ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളാകുന്നു. വമാ യക്ഫുറു ബിഹാ ഇല്ലൽ ഫാസിഖൂൻ. അതിക്രമം കാണിക്കുന്നവരല്ലാതെ മറ്റാരും അത് നിഷേധിക്കുകയില്ല. അതേ, പരിശുദ്ധമായ ഖുർആൻ നിഷേധിക്കുകയില്ല. അക്രമകാരികളും ഫാസിഖീങ്ങളും മുനാഫിഖീങ്ങളും ജൂതരുമൊഴിച്ച് ബാക്കി സത്യവിശ്വാസികൾ ഈ പരിശുദ്ധമായ ഖുർആനെ വിശ്വസിക്കും അത്രേ.
അതാണ് അള്ളാഹു ഈ ആയത്തുകളിൽ കൂടി നമ്മെ അറിയിക്കുന്നത്. വേറൊരു കാര്യം കൂടി അറിയിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമയും മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അവരിതാ, ആരാണ് അവർ എന്ന് പറയുന്ന ഈ ജൂതന്മാർ, വളരെ വെറുപ്പോടുകൂടിയാണ് കാണുന്നത്. കാരണം എന്താണെന്നറിയുമോ? ഇവർ വിചാരിച്ചു പോയി ജിബ്രീലാണ് ഈ ഖുർആൻ ഇറക്കുന്നത്. പക്ഷേ അള്ളാഹു പറയുകയാണ്, അവരുടെ തെറ്റിദ്ധാരണയാണ് നബിയേ, അത് ജിബ്രീൽ ഒരു വെറും ദൂതൻ മാത്രമാണ്, എൻ്റെ കൽപ്പന അനുസരിക്കുന്ന ഒരു ദൂതൻ മാത്രമാണ് ജിബ്രീൽ. പരിശുദ്ധമായ ഖുർആൻ ഞാൻ ഇറക്കുന്നതാണ് നബിയേ. അവരങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് മലക്കുകളെയും അവരാക്ഷേപിക്കുകയാണ്. മലക്കുകളോടും അവരിതാ വ്യക്തി വൈരാഗ്യങ്ങൾ തീർക്കുകയാണ്. മലക്കുകളോടും അവർ പകവീട്ടുകയാണ് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്തിൽ കൂടി വ്യക്തമാക്കുകയാണ്. ഇനി ആലാപനത്തിലേക്ക് പോകാം. എങ്കിലേ ഈ ആയത്ത് നമുക്ക് കൂടുതലായി വിശദമായി മനസ്സിലാക്കാൻ പറ്റുകയാണ്. ജൂതരെ അവർക്കുമേ വെറുപ്പും ഉണ്ടേ, മലക്കും അവരോട് പെരുത്ത് വെറുപ്പും. അവർക്കും ഇതാ കാരണം അറിയോ പറയാം, കേൾക്കൂ മുസൽമാനെ അറിയേ നിങ്ങൾ. താഹ റസൂലുള്ളാഹ് നബിക്ക് അന്ന് ജിബ്രീൽ മുഖേനയും ഇറക്കി ഖുർആൻ. ഇതിനാലിതാ ജൂതർ വെറുപ്പ് കാട്ടി, പകയും ഇതാ കാട്ടി ജിബ്രീലോട്. ഈ ജൂതന്മാർക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വെറുപ്പ് തോന്നി. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അവർ പക വീട്ടാൻ തുനിഞ്ഞു. എന്തിനാണെന്നറിയുമോ? ലോകഗുരുവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ പരിശുദ്ധമായ ഖുർആനും കൊണ്ടുവരുന്നത് ജിബ്രീലാണല്ലോ, അതുകൊണ്ട് ജിബ്രീലാണ് ഇത് ഇറക്കിയത് എന്ന ധാരണയിൽ അവർ ജിബ്രീലിനോട് പകവീട്ടാൻ തുടങ്ങുകയാണ്. അവർ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനോട് ശത്രുത കാണിക്കുകയാണ്. അവർക്ക് ജിബ്രീലിനെ കണ്ടിട്ടില്ല, പക്ഷേ ജിബ്രീലാണ് കൊണ്ടുവരുന്നതെന്നവർക്കറിയാം. എന്നെങ്കിലും ആ ജിബ്രീലിനെ അവർ കണ്ടാൽ പകവീട്ടാൻ കാത്തിരിക്കുന്ന ജൂതരാണ്. അതുകൊണ്ട് ആ ജൂതർക്ക് ജിബ്രീൽ എന്ന മലക്കിനോട് വലിയ വെറുപ്പാണ്. അള്ളാഹു അത് എടുത്ത് തന്നെയാണ് പറയുന്നത്. അല്ലാഹ് പറയുന്നു, മലക്ക് ജിബ്രീൽ ദൂതൻ വെറും ദൂതൻ മാത്രമാണ്. ഖുർആനിറക്കിയേ ഞാനും അന്നേ, അവർക്കും അറിയില്ലേ ജൂതർക്കുമേ. അള്ളാഹു പറയുകയാണ്, ജിബ്രീൽ ഒരു ഇന്നസെന്റാണ്, നിരപരാധിയാണ്. ആ ജിബ്രീൽ ഒരു ദൂതൻ മാത്രമാണ്. ഖുർആൻ ഇറക്കിയത് ഞാനാണ്. അതവർക്കറിയില്ലേ നബിയേ? ആ ജൂതർക്ക് അറിയില്ലേ ഹബീബേ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അതിനാൽ ജിബ്രീലേ ഒഴിവാക്കേണേ, പകയും ഇതാ നിങ്ങളും എന്നോടാക്ക്. അതുകൊണ്ട് ജിബ്രീലല്ല പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയത്.
ജിബ്രീൽ വെറും ഒരു ദൂതനാണ്, പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയത് ഞാനാണ്. അള്ളാഹു പറയുകയാണ്, അതുകൊണ്ട് ജൂതരേ, നിങ്ങൾക്ക് പകയുണ്ടെങ്കിൽ അത് എന്നോട് വിട്ടുക. നമുക്ക് തമ്മിൽ ആ പകകൾ കുടിപ്പകകൾ എന്ന് പറയുന്നത് പോലെ ആ പകകൾ നമുക്ക് തന്നെ തീർക്കാം, നമുക്ക് തന്നെ പരിഹരിക്കാം ജൂതരേ എന്ന് അള്ളാഹു അവരെ വെല്ലുവിളിക്കുകയാണ്. വീണ്ടും അള്ളാഹു ഇതാ പറയുകയാണ്, പൂർവം വേദങ്ങളെ ശരിയും ഇതാ വെച്ച്, പൂർവം വേദങ്ങളെ ശരിയും ഇതാ വെച്ച് ഖുർആൻ തന്നെ. പിന്നെ ഇതാ നിങ്ങൾ എന്തിനാവോ പകയും ഇതാ കാട്ടും എന്തിനാണേ? അള്ളാഹു അവരോട് ചോദിക്കുകയാണ്, മുൻ വേദഗ്രന്ഥങ്ങളെ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഈ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ഈ ഖുർആൻ ഇറങ്ങിയത് മുതൽ ആ മുൻ വേദങ്ങളെല്ലാം ഞാൻ അസ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് ജൂതരേ നിങ്ങൾ ജിബ്രീലിനോട് പക വീട്ടുന്നത്? അതല്ല എന്നോട് നിങ്ങൾ പക വീട്ടുന്നത്? എന്തിനാണ് നിങ്ങൾ സത്യനിഷേധമായി നിങ്ങൾ തുടരുന്നത്? നിങ്ങൾ ഈ പരിശുദ്ധമായ ഖുർആനിലേക്ക്, സത്യമതത്തിലേക്ക് നിങ്ങൾക്ക് വന്നുകൂടെ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അള്ളാഹ് പറയുന്നു വിശദമായി, പകയും ഇതാ വേണ്ട ജിബ്രീലോട്, പകയും ഇതാ നിങ്ങൾ കാണിക്കണേ എന്നോടിതാ മാത്രം, അതാ എന്നോട്. അള്ളാഹു പറയുകയാണ് ജൂതരോട്, അല്ല ജൂതരേ, നിങ്ങൾ പകയൊന്നും ജിബ്രീലിനോട് കാണിക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും പക കാണിക്കണം എന്ന് തോന്നുകയാണ് എങ്കിൽ നിങ്ങൾ എന്നോട് പക കാണിക്കുക. ഞാനും തിരുത്താഹ നബിക്കുമെന്ന് അവരെ മനസ്സിലും ഇറക്കി ഖുർആൻ. എൻ്റെ ഇതാ കൽപ്പന തന്നെയാണേ ഖുർആൻ ഇറക്കിയത് നബിക്കുമാണ്. അള്ളാഹു പറയുകയാണ്, തിരുതാഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ ഈ പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയത് എൻ്റെ കൽപ്പന പ്രകാരമാണ്, ഞാനാണ് ഇറക്കിയത്. അതുകൊണ്ട് ജിബ്രീലിനോട് നിങ്ങൾ പകവയ്ക്കണ്ട എന്ന് അല്ലാഹു പറയുകയാണ്. പൂർവം ഇതാ വേദം അതിനെയൊക്കെ ശരിയും ഇതാ വെച്ച് തന്നെയാണ്. ഞാനും ഖുർആനെയും ഇറക്കിയത്, അതിനാലിതാ ഖുർആൻ സത്യമാണ്. പൂർവവേദങ്ങളെ ശരിവെക്കുന്ന രീതിയിലാണ് ഞാൻ പരിശുദ്ധമായ ഖുർആനെ നാം ഇറക്കിയത് എന്ന് അല്ലാഹു പറയുകയാണ്. ഈ പരിശുദ്ധമായ ഗ്രന്ഥം ഇത് സത്യമാണ്, ഇനി നിങ്ങളെല്ലാം ഇതിലെ വിശ്വസിക്കാവൂ എന്ന് അല്ലാഹു എല്ലാവരോടുമായി പറയുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഖുർആനിത മാർഗ ദർശനവും ഭാവിതാ ജീവിതം ശോഭനമാണേ.
പരിശുദ്ധമായ ഖുർആനിൽ വിശ്വസിക്കുന്നവർക്ക് ഇതൊരു മാർഗദർശനമാണ്. ഭാവി ജീവിതത്തിൽ ഇതൊരു ശോഭനമായ കാര്യവുമാണ് എന്ന് അള്ളാഹു പറയുകയാണ്. വിജയം കണ്ടെത്താൻ പറ്റിയ ഒരു ഗ്രന്ഥമാണത്രേ പരിശുദ്ധമായ ഖുർആൻ. സത്യം ഇതാ സത്യം ഉൾക്കൊണ്ടോർക്ക് പെരുത്ത് ഇതാ തന്നെ സന്തോഷവും. സത്യം മനസ്സിലാക്കിയവർക്ക് ഇത് വളരെ സന്തോഷം നിറഞ്ഞ കാര്യം തന്നെയാണ്. ഈ പരിശുദ്ധമായ ഖുർആൻ അവർ അറിയും തോറും അവർക്ക് സന്തോഷം 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 തന്നെയാണ്. ഇതിനെ മനസ്സിലാക്കാത്തവർക്ക് മാത്രമാണ് കുഴപ്പങ്ങൾ മൊത്തവും എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതാ പരിശുദ്ധമായ ഖുർആനിൽ കൂടി നമ്മെ ഉണർത്തുകയാണ്. അല്ലാഹുവിത മലക്കും റസൂലും അവരെ ആരായിതവരെ ശത്രുവായാൽ അല്ലാഹുവിതാകും അവരെ ശത്രു. അതിനാൽ കളിയല്ലേ അത് വേണ്ടാന്നേ. അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിനോടും മലക്കുകളോടും പ്രവാചകന്മാരോടും ആര് ശത്രുത വയ്ക്കുന്നവോ അവരോട് മുഴുവനുമായി അള്ളാഹു ശത്രുത വയ്ക്കുന്നതാണ്. അതുകൊണ്ട് ഇത് കളിയായ കാര്യമല്ല, ഇത് കാര്യം ഗൗരവമാണ്, നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ എന്ന് അള്ളാഹു തന്നെ പറയുകയാണ്. ഇതാ പറയുന്നു, പേരെടുത്ത് പറയുകയാണ്, ജിബ്രീലിതാ മീകാൽ അവരെ തന്നെ പേരും ഇതായെടുത്ത് പറഞ്ഞതല്ലേ. പ്രകൃതിത ജോലി മീകായില മഴയും ഇടിമിന്നൽ അത് പോലുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരും മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരും പരിശുദ്ധമായ ഖുർആനിൽ പ്രഖ്യാപിക്കുകയാണ്. അവരെ രണ്ടുപേരോടും ആരെങ്കിലും ദേഷ്യം കാണിച്ചാൽ, പകവീട്ടിയാൽ, അവരെ ചീത്ത വിളിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും. അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് അള്ളാഹു താക്കീത് കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ മീകായിൽ അലൈഹിസ്സലാമിൻ്റെ പേരെടുത്ത് പറഞ്ഞതെന്ന് നമുക്കറിയുമോ? എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മീകായിൽ അലൈഹിസ്സലാം എന്ന മലക്കിന് അള്ളാഹു ഒരു ജോലി കൊടുത്തു അത്രേ. ആ ജോലി എന്താണെന്നറിയുമോ? ഈ ദുനിയാവിലെ പ്രകൃതിയുണ്ടല്ലോ, അതിൻ്റെ സർവ ചുമതലയും മീകായിൽ എന്ന മലക്കിനാണത്രേ. മഴ, ഇടി, മിന്നൽ, കാറ്റ്, അതുപോലെ മഞ്ഞ്, അതുപോലെ പർവ്വതം കുലുക്കല്, വെള്ളപ്പൊക്കം, സുനാമി, അങ്ങനെ സർവ പ്രകൃതിയുടെയും കാര്യങ്ങൾ, ചുമതലകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മീകായിലിൻ്റെ പേര് പറഞ്ഞത്. മഴയൊന്ന് അല്പം കൂടിപ്പോയാൽ നമ്മൾ ചീത്ത വിളിക്കുന്നത് ആരെയാണ്? ആ മഴയെ നമ്മൾ ശപിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് മീകായിൽ അലൈഹിസ്സലാമിനെ ശപിക്കുന്നത് പോലെയാണ്. ഇടിമിന്നൽ കൂടുമ്പോൾ നമ്മൾ ഭയവിഹ്വലരായി വളരെ പ്രയാസപ്പെട്ട് ചീത്ത വിളിക്കുന്നു. അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ ഇതാ വെറുക്കുകയാണ് ഇടിയെ, മിന്നലിനെ, ചെറിയ വെള്ളപ്പൊക്കത്തെ, അതുപോലതായ ഭൂമി കുലുക്കത്തെ, സുനാമിയെ, എല്ലാത്തിനെയും നമ്മൾ മനസ്സുകൊണ്ട് വെറുക്കുകയാണ്. വെയിലൊന്ന് കൂടിയാൽ
ചൂടൊന്ന് കൂടിയാൽ, കിണറ്റിൽ വെള്ളമില്ലെങ്കിൽ എല്ലാം നമ്മൾ മനസ്സുകൊണ്ട് വിളിക്കുന്നു ചീത്ത. ആരെയാണെന്നറിയുമോ? ഇതിൻ്റെ എല്ലാം ചുമതലയുള്ള മീകായീൽ അലൈഹിസ്സലാമിനെയാണ് ഞാനും നിങ്ങളും തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മീകായീൽ അലൈഹിസ്സലാമിനെയാണ് ഞാനും നിങ്ങളും ശപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറയുന്നത്, ജിബ്രീലിനെയും, പ്രത്യേകിച്ച് ജിബ്രീലിനെയും മീകായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ആര് പകവയ്ക്കുന്നവോ, ആര് ശത്രുവാക്കുന്നവോ, അവരുടെ ശത്രുവാണ് ഞാൻ. അള്ളാഹു പറഞ്ഞതാണ്. അതിനെ ഞാനിവിടെ എടുത്തെഴുതി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ ഖുർആൻ 97, 98, 99 സൂറത്തുൽ ബഖറയിലെ ഈ ആയത്തുകൾ നിങ്ങൾ കേട്ട് പഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. മഴ പെയ്താൽ ചീത്ത പറയരുത്, ചൂട് കൂടിയാൽ നിങ്ങൾ വൈമനസ്യം കാട്ടരുത്, ആ ചൂടിനെ നിങ്ങൾ തെറി പറയരുത്. സുനാമി ഉണ്ടായാൽ നിങ്ങൾ തെറി പറയരുത്. എന്തെങ്കിലും നമുക്കിഷ്ടപ്പെടാത്തത് പ്രകൃതി വിരുദ്ധമായി വന്നാൽ, നമുക്കിഷ്ടപ്പെടാതെ വന്നാൽ നമ്മൾ ഒരു കാരണവശാലും ചീത്ത വിളിക്കരുത്, മനപ്രയാസപ്പെടരുത്. നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? ക്ഷമിക്കണം, ക്ഷമിക്കണം, ക്ഷമിക്കണം. എങ്കിലേ നമുക്ക് വിജയമുള്ളൂ. അതല്ലാതെ ചീത്ത വിളിക്കുകയോ പ്രാവുകയോ ഇതൊന്നും നിന്നാൽ കൊള്ളാമായിരുന്നു എന്ന് മനസ്സിൽ തോന്നുകയോ ചെയ്യാൻ പാടില്ല. കൂടുതൽ ഞാൻ പറഞ്ഞ് സമയം നീട്ടുന്നില്ല. ബുദ്ധിമാന്മാർക്ക് ഇത്ര മാത്രം മതി. എന്താണ് മതി? മഴ, ഇടി, മിന്നൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അധികരിക്കുമ്പോൾ, നമുക്കിഷ്ടപ്പെടാതെ വരുമ്പോൾ നമ്മളാരും മനസ്സുകൊണ്ട് പോലും ചീത്ത വിളിച്ചു പോകരുത് കേട്ടോ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ. എന്താണെന്നറിയുമോ? അങ്ങനെ ഞാൻ പറയുന്നത് എന്താണെന്നറിയുമോ? അള്ളാഹുവിൻ്റെ ശാപം നമ്മളുടെ മേൽ പതിക്കാതിരിക്കാനാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ജിബ്രീലിനെ ആരെങ്കിലും തെറി പറഞ്ഞാൽ, മീകായീലിനെ ആരെങ്കിലും തെറി പറഞ്ഞാൽ അള്ളാഹു അവരെ തിരിച്ച് ശപിക്കുമത്രേ എന്ന് അള്ളാഹു തന്നെ പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷിക്കണം. അതിനാലിതാ നമ്മൾ സൂക്ഷിക്കണം, തെറിയും പറയാതെ ക്ഷമയും വേണം. ഖുർആനിത ഉന്നത ദൃഷ്ടാന്തമാ, കപടർ ഇതാ ഒഴികെ വിശ്വാസികളാ. ഈ പരിശുദ്ധമായ ഖുർആൻ കപടർക്ക് മാത്രമേ ഇതൊരു വലിയ പ്രയാസമായ ഗ്രന്ഥമായി തോന്നുകയുള്ളൂ. ഇതൊരു അലപരാതി ഗ്രന്ഥമെന്ന് കപടന്മാരും മുനാഫിഖീങ്ങളും കാഫിരീങ്ങളും ജൂതരും പറയുമത്രേ. പക്ഷേ സത്യവാന്മാർക്ക്, സത്യവാദികൾക്ക് ഈ പരിശുദ്ധമായ ഖുർആൻ എത്രയോ ഉന്നതമാണ്, എത്രയോ ഉത്കൃഷ്ടമാണ്. ഖുർആനിതായെല്ലാം അറിയുവാനും ഇതിനെ ശരിക്കുമേ പഠിക്കുവാനും അല്ലാഹ് തുണയേക്, തൗഫീഖേക്. അല്ലാഹ് മനസ്സുന്ത സൗകര്യവും. ഖുർആനിതായെല്ലാം അറിയുവാനും ഇതിനെ ശരിക്കുമേ പഠിക്കുവാനും അല്ലാഹ് തുണയേക്, തൗഫീഖേക്. അല്ലാഹ് മനസ്സുന്ത സൗകര്യവും. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا رب ارحمهما كما ربياني صغيرا. ربنا
آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. എൻ്റെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ തൊട്ട് നമ്മൾ തുടങ്ങിയതാണ്. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 99-ാമത്തെ ആയത്തിൽ നിൽക്കുകയാണ്. എല്ലാ വീഡിയോകളും ഇതിൻ്റെ അർത്ഥം ആശയം എല്ലാം നിങ്ങൾ പഠിക്കണം, അത് കേൾക്കണം. കാറിലൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാം ഇൻഷാ അല്ലാഹ്. അല്ലാതിരിക്കുമ്പോൾ ഇത് കാണണം. വേറെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് വെറുതെ സമയങ്ങൾ കളയാതെ നമ്മളുടെ സമയങ്ങൾ വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി പരിശുദ്ധമായ ഖുർആനിലേക്ക് അടുക്കുക, ഖുർആൻ പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് നാളെ കാണാം.